അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. ക്യാപിറ്റോൾ മന്ദിരത്തിന് അകത്താണ് ഇത്തവണ ചടങ്ങുകൾ. കാലാവസ്ഥയാണ് വില്ലനായത്. അതിശൈത്യമാണ് അവിടെ. വൈറ്റ് ഹൌസിലെത്തിയ ഡൊണാൾഡ് ട്രംപിനെ ജോ ബൈഡനും ജിൽ ബൈഡനും ചേർന്നാണ് സ്വീകരിച്ചത്. ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം വൈസ് പ്രസിഡന്റായി JD വാൻസ് ആയിരിക്കും അധികാരമേൽക്കുക. അത് കഴിഞ്ഞാണ് സുപ്രീം കോടതി ജഡ്ജി ഡൊണാൾഡ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ജിജിൻ ജയപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജിൻ, ആദ്യ ദിവസം തന്നെ 100ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളൊക്കെ പുറത്തിറക്കും എന്ന് ഇതിൽ ഒപ്പിടുമെന്നൊക്കെ കേൾക്കുന്നു. എന്തൊക്കെയാണ് പുതിയതായി വരുന്ന വിവരങ്ങൾ അവിടെ നിന്ന്? ഏറ്റവും എടുത്തു പറയേണ്ടത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റാനുള്ള തീരുമാനം തന്നെയാണ് ട്രംപ് ആദ്യമായി എടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഓരോരോ തീരുമാനങ്ങൾ, ബൈഡൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ തിരുത്താൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2017 അധികാരത്തിലേറ്റ ട്രംപ് അല്ല ഇത്തവണയുള്ളത്. 2025 അധികാരമേൽക്കുന്ന ട്രംപ് കൂടുതൽ കരുത്തനാണ്. എതിർ ശബ്ദങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലേറുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളികളോ പ്രതിസന്ധികളോ ട്രംപിന് മുമ്പിൽ തൽക്കാലത്തേക്ക് ഇല്ല. ട്രംപിനൊപ്പം അണിനിരക്കുന്ന ക്യാബിനറ്റ് അംഗങ്ങൾ, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ ട്രംപിന്റെ നയങ്ങൾ അതേപടി പിന്തുടരുന്നവർ തന്നെയാണ്. ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ 2017 അധികാരത്തിലേറുമ്പോൾ എനിക്ക് ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. പല നിർദ്ദേശങ്ങളും എനിക്ക് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യാൻ കഴിയുന്നവരാണ്, അവർ എത്രത്തോളം കാര്യക്ഷമതയുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ തിരഞ്ഞെടുക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഒരു പിടി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. 47ാമത് അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് ഒരുങ്ങുന്നത്. പ്രായത്തിന്റെ കൂടുതലുണ്ടെന്ന് പറഞ്ഞ ബൈഡനെ കളിയാക്കിയിരുന്ന ട്രംപ് കൂടുതൽ തന്നെയാണ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വൈസ് പ്രസിഡന്റായി JD വാൻസ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുകയാണ്. Against all enemies, foreign and domestic. Against all enemies, foreign and domestic. That I will bear true faith. That I will bear true faith. And allegiance to the same. And allegiance to the same. That I take this obligation freely. That I take this obligation freely. Without any mental reservation. Without any mental reservation. Or purpose of evasion. Or purpose of evasion. And that I will well and faithfully discharge. And that I will well and faithfully discharge. The duties of the office. The duties of the office. On which I am about to enter. On which I am about to enter. So help me God. So help me God. Congratulations, Mr. Vice President. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി JD വാൻസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. കൂടെയുള്ളത് നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യൻ ബന്ധമുള്ള ഉഷ വാൻസ് ഭാര്യയെ കൂടെ കാണാം. 3 മക്കളാണ്.